അടൂർ പ്രകാശ് ഇന്നലെ വളരെ ഓപ്പൺ ആയിട്ട് പറഞ്ഞല്ലോ. ഞാൻ ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അടൂർ പ്രകാശ് അദ്ദേഹം ഒരു പാർട്ടിയുടെ കൺവീനർ അല്ലേ, UDFന്റെ കൺവീനർ അല്ലേ? ഒരു കൺവീനർ പറയാൻ പാടുണ്ടോ ഇത്തരം വാക്കുകൾ? സർക്കാരിന് വേറെ പണിയില്ലത്. ഇദ്ദേഹമൊക്കെ നാളെ മന്ത്രിയായാൽ ഇതായിരിക്കും ഇവിടുത്തെ സ്ത്രീകളുടെ ഗതി? എന്തൊരു ഉത്തരവാദിത്വമില്ലായ്മയാണ് ഒരു രാഷ്ട്രീയ നേതാവിന്റെ ഭാഗത്ത് നിന്ന് വരുന്നത്. വളരെയധികം നന്ദി ശ്രീമതി ഭാഗ്യലക്ഷ്മി സംസാരിച്ചതിന്. അവർ ഫെഫ്കയിൽ നിന്ന് രാജിവെച്ചിരിക്കുകയാണ്. ദിലീപിനെ ഇന്നലെ കേസിലെ വിധി വന്ന ഉടനെ തന്നെ ദിലീപിനെ ഫെഫ്കയിൽ തിരിച്ചെടുക്കാനുള്ള ശ്രമം ആ സംഘടനയുടെ ഭാരവാഹികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായപ്പോഴാണ് ഭാഗ്യലക്ഷ്മി ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് പോയത്. അവർ നേരത്തെ സാമൂഹ്യ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്ത പ്രതികരണത്തിലേക്ക് പോകാം.